മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആം ഈസ് ആർ എന്നുള്ള ഭാഗം പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല അത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ആം ഈസ് ആറിന്റെ തന്നെ വേറൊരു ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നെഗറ്റീവ് ആൻസേഴ്സ് നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്. അതിന് മീനിങ്ങിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ, അതേ മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇത് മീനിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചേർക്കേണ്ട ആൾക്കാരോട് തന്നെ അതേ രീതിയിൽ തന്നെയാണ് ചേർക്കേണ്ടത്. പക്ഷെ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയാ? ഐ ആം എ സ്റ്റുഡന്റ് അല്ലെ. അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് അല്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഒരു നോട്ട് എന്നുള്ളത് ആഡ് ചെയ്താൽ മതി. I am not a student. Okay, I am not a student. I am not a doctor. ഞാനൊരു ഡോക്ടർ അല്ല. I am not a pilot. ഞാനൊരു പൈലറ്റ് അല്ല. I am not a nurse. ഞാനൊരു നേഴ്സ് അല്ല. I am not happy. ഞാൻ ഹാപ്പി അല്ല. അപ്പോ എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മൾ ഇല്ല, അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് സിമ്പിൾ, ഒരു നോട്ട് അവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ ബാക്കി എല്ലാതും അങ്ങനെ തന്നെയാണ്. യു ആർ നോട്ട് എ സ്റ്റുഡന്റ്, നീ ഒരു സ്റ്റുഡന്റ് അല്ല. അതേപോലെ തന്നെ ദേ വി എന്നൊക്കെ പറയുമ്പോഴും ദേ ആർ നോട്ട് എന്നുള്ള സെന്റൻസ് അവിടെ വെച്ചാൽ മതി. ലൈക്ക് ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ വി ആർ നോട്ട് പ്ലേയേഴ്സ്, വി ആർ നോട്ട് മ്യൂസീഷ്യൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവിടേക്ക് ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് എന്ന് ഉപയോഗിക്കുന്നിടത്ത് നമുക്കറിയാം അവിടെ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നമുക്ക് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഷീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്, ഇവൾ എന്റെ ഫ്രണ്ട് അല്ല. ഷീ ഈസ് നോട്ട് എ സ്റ്റുഡന്റ്, ഇവൾ സ്റ്റുഡന്റ് അല്ല. ഷീ ഈസ് നോട്ട് എ ഡോക്ടർ, അവളൊരു ഡോക്ടർ അല്ല. അതേപോലെ തന്നെ ഹീന്റെ കൂടെ ഒക്കെ അതേപോലെ ഉപയോഗിക്കാം. ഹി ഈസ് നോട്ട് എ ഡോക്ടർ, ഹി ഈസ് നോട്ട് എ നേഴ്സ്, ഹി ഈസ് നോട്ട് എ ഡ്രൈവർ. എല്ലാം നോട്ട് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല എന്നുള്ള മീനിങ് അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇറ്റിന്റെ കൂടെയും സെയിം ഇത് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മൊബൈൽ, അതൊരു മൊബൈൽ ആയിട്ട്. ഇറ്റ് ഈസ് നോട്ട് എ കാറ്റ്, അതൊരു കാറ്റ് അല്ല. ഇറ്റ് ഇസ് നോട്ട് എ ഡോഗ്, അതൊരു ഡോഗ് അല്ല. അപ്പൊ ഇറ്റ് എന്നുള്ളത് ഉപയോഗിക്കുമ്പോഴും അവിടെ ഈസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ കൂടെ നോട്ടും കൂടെ ആഡ് ചെയ്താൽ അത് അല്ല എന്നുള്ള മീനിങ്ങിലേക്ക് വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നല്ല രസമാണ് കേട്ടോ കേൾക്കാനായിട്ട്. അത് അല്ലേ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോ നമ്മൾ ഒരാളെ അവിടെ കണ്ടു. അപ്പൊ നമ്മൾ ചോദിക്കാണ്, ഇവൾ ഡോക്ടർ അല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം? അതുപോലെ തന്നെ ഞാൻ ഹാപ്പി അല്ലേ, നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതാണ്. ഓക്കെ, എന്നെ കാണാനായിട്ട് രസമില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ ഇങ്ങനെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ എന്ന് നമുക്ക് ചോദിക്കുന്ന രീതി എങ്ങനെയുള്ളതാണെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ഞാനൊരു സ്റ്റുഡന്റ് അല്ല. അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം? അപ്പൊ നമ്മൾ ഈ എന്ത് മാറ്റമാണ് അവിടെ വരുത്തേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്, ഞാനൊരു സ്റ്റുഡന്റ് അല്ല. അപ്പൊ ഈ ആം എടുത്തിട്ട് പുറത്തേക്ക് ഇടുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറ്. അപ്പോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആം ഐ നോട്ട് എ സ്റ്റുഡന്റ്, am I not a student എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് aren't I a student. അപ്പൊ മിക്ക സ്ഥലത്തും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ രീതിയിൽ കണ്ടിരിക്കുന്നത്. ഐ ആം ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന നേരത്ത് മിക്കപ്പോഴും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കണ്ടുവരുന്നത് aren't എന്നുള്ളതാണ്. ഓക്കെ, aren't I, അല്ലെങ്കിൽ ആം ഐ നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് aren't I. ഓക്കെ, aren't I a student, aren't I happy. അപ്പൊ aren't എന്നുള്ളത് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതിന്റെ അർത്ഥം വരുന്നത് അല്ലേ എന്നുള്ളതാണ്. ഓക്കെ, aren't I a nurse, ഞാനൊരു നേഴ്സ് അല്ലേ. അപ്പൊ അല്ലേ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ഐന്റെ കൂടെ aren't എന്നുള്ളതാണ് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ഉത്തമം. ആ ഒരു രീതിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യ രൂപേണയായിട്ട് മാറുന്നു. അല്ലേ എന്നുള്ള ഒരു
ചോദ്യവും നമുക്ക് അവിടെ കിട്ടുന്നു. അതേപോലെ തന്നെ നമുക്ക് യുവിന്റെ അവിടേക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എളുപ്പമാണ്. കാരണം വേറെ കൂടുതലായിട്ടൊന്നും ചേർക്കാനില്ല. ഈ ആറിൻറ്റ് തന്നെ, ആറാണുള്ളത്, അത് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ ആറിൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ആറിൻറ്റ് യു, ആറിൻറ്റ് യു എ സ്റ്റുഡന്റ്, ആറിൻറ്റ് യു എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നീ ഒരു സ്റ്റുഡന്റ് അല്ലേ? ആറിൻറ്റ് യു എ ഡോക്ടർ, നീ ഒരു ഡോക്ടർ അല്ലേ? ആറിൻറ്റ് യു മൈ ഫ്രണ്ട്, നീ എന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ ഇൻറ്റ് എന്നുള്ളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അല്ലേ എന്നുള്ള ഒരു ഉത്തരം ചോദ്യം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ദേന്റെ കൂടെ വീന്റെ കൂടെയും ഒക്കെ ആറിൻറ്റ് തന്നെയാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്. ആറിൻറ്റ് ദേ ഗുഡ് പ്ലേയേഴ്സ്, ആറിൻറ്റ് വി മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസീഷ്യൻസ് അല്ലേ, അല്ലെങ്കിൽ അവർ ഡോക്ടേഴ്സ് അല്ലേ, അവർ നഴ്സുമാരല്ലേ എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ആറിൻറ്റ് എന്നുള്ള സംഭവം ആദ്യത്തെ പാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചോദ്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് അതേപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? അവിടെ ഈസ് ആണ് അല്ലെ? അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഈസിൻറ്റ് എന്നുള്ളത് ഉപയോഗിക്കുക. ഈസിൻറ്റ് ഹി എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു ഡോക്ടർ അല്ലേ? കേട്ടോ? ഓക്കെ, അപ്പൊ ഈസിൻറ്റ് ഷീ എ സിംഗർ, അവളൊരു സിംഗർ അല്ലേ, അവളൊരു പാട്ടുകാരി അല്ലേ? ഓക്കെ, ഈസിൻറ്റ് ഇറ്റ് എ കാറ്റ്, അതൊരു പൂച്ചയല്ലേ? അപ്പൊ അല്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹി, ഷീ, ഇറ്റ് എല്ലാത്തിനും കൂടെ എന്ത് ചെയ്താൽ മതി? അവിടെ ഇൻറ്റ് എന്നുള്ളത് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിന്റെ കൂടെ ഇൻറ്റ് എന്നുള്ളതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. അല്ലേ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ നല്ലപോലെ ചോദിക്കുമ്പോഴാണ് നമ്മളുടെ കോൺഫിഡൻസ് കൂടുന്നത്, നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആൾക്കാരോട് എല്ലാം ചോദിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ അത് പറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഇതിന്റെ ആം, ഈസ്, ആർ എന്നതിന്റെ ഒരു പോർഷൻ ഈ വീഡിയോസിലൂടെ നമ്മുടെ കഴിയുകയാണ്. കാരണം നമ്മൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു ആൻസർ നമ്മൾക്ക് എങ്ങനെ പറയാം, അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന്റെ ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മളൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ആം, ഈസ്, ആർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ചെറിയൊരു ബോക്സ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ വസ്തുക്കളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഈസ്, ആർ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ബോക്സ്. ഓക്കെ, ഇതൊരു ബോക്സ് ആണ്. അപ്പൊ നമ്മൾ ഈസ് ഒക്കെ മുന്നേ പഠിച്ചില്ലേ, അതിന്റെ ആ സെയിം സംഭവം ആപ്ലിക്കേഷൻ ലെവലാണ് കേട്ടോ ഇത്. സോ ദിസ് ഇസ് എ ബോക്സ്. ഇറ്റ്സ് കളർ ഈസ് ലൈറ്റ് പിങ്ക്. അപ്പൊ ഞാൻ ഇതിന്റെ കളർ പറഞ്ഞു. ഇറ്റ്സ് കളർ ഈസ് ലൈറ്റ് പിങ്ക്. കളർ ഈസ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇറ്റ്സ് എന്നുള്ളതും പറഞ്ഞു. ഇറ്റ്സ് കളർ ഈസ് ലൈറ്റ് പിങ്ക്. ദിസ് ഈസ് എ സ്മോൾ ബോക്സ്. ഇറ്റ് ഈസ് ആൻ ഓവൽ ബോക്സ്, ലിറ്റിൽ ബിറ്റ് റെക്ടാങ്കുലർ ആൻഡ് ഇറ്റ്സ് ഷേപ്പ് ഈസ് ഓവൽ. ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇൻസൈഡ് ദിസ് there is a small piece of cloth. അപ്പൊ ഇൻസൈഡ് ദിസ്, ഇതിന്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയണേ. ഇൻസൈഡ് ദിസ് ബോക്സ് there is a small piece of cloth. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞത്? ഒരു ചെറിയ ഒരു പീസ് ഉണ്ട്, ഒരു ചെറിയൊരു ക്ലോത്തിന്റെ ഒരു പീസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് പറയാണ് ഇറ്റ്സ് കളർ ഈസ് യെല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ കളറും അവിടെ പറയാണ്. ഇറ്റ്സ് കളർ ഈസ് യെല്ലോ. ദിസ് ഈസ് എ സോഫ്റ്റ് ക്ലോത്ത്. ഈ ക്ലോത്ത് എന്താണെന്ന് പറഞ്ഞത്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്.
അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു നമ്മൾ നേരത്തെ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഈസ് ആറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ഒരു സംഭവത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്ത് ഉപയോഗിച്ചത്, ഈസ് തന്നെ ഉപയോഗിക്കാൻ കാരണം ഒരെണ്ണേ ഉള്ളൂ. ദിസ് ഇസ് എ ബോക്സ്, അതുപോലെ ദിസ് ഇസ് എ ക്ലോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ ബോക്സിന്റെ ഉള്ളിൽ ഈ 2 ക്ലോത്ത് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? There are 2 pieces of cloth. 2 പീസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറയും. There are വെച്ചിട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പൊ 2 പെൻസിൽ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ എങ്ങനെയാ പറയാ? There are 2 pencils in this box. ഈ ബോക്സിൽ 2 പെൻസിൽസ് ഉണ്ട് എന്നുള്ളതും പറയും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈസ്, ആർ, ആം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇതുപോലെ നമ്മൾ എന്താണോ പഠിച്ചത് അത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു ഗ്രാമറിന്റെ ഭാഗമായിരിക്കും പഠിക്കുക, ഇതിനോട് അനുബന്ധിക്കുന്നത് തന്നെ. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.